ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ഇപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്താണ് അർത്ഥമാക്കുന്നത്, അതുപോലെ ഇതിൽ തന്നിരിക്കുന്ന ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം എങ്ങനെയാണ് നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റുക, ഇതിനെക്കുറിച്ചെല്ലാം നോക്കാം. നമ്മൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയണമെങ്കിൽ ജസ്റ്റ് നമുക്കതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് പബ്ലിക് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന് താഴത്തായി നിങ്ങൾക്ക് ഇവിടെ നോട്ടീസസ് എന്നൊരു പുതിയ ഭാഗമെല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ഇതിനെക്കുറിച്ചുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എ ന്യൂ വേ ടു ചെക്ക് ദി സ്റ്റാറ്റസ് ഓഫ് യുവർ വീഡിയോസ്, ടേക്ക് ക്ലോസർ ലുക്ക് അറ്റ് ദി ഇംപ്രൂവ്ഡ് കണ്ടന്റ് ലിസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ലേൺ മോർ എന്ന് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെയുള്ള കുറച്ച് ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ആദ്യമായി നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രേ കളറിലൊരു ഐക്കൺ എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു യെല്ലോ കളറിലുള്ള ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. അതുപോലെ അതിന് താഴെയായി ഒരു റെഡ് കളറിലുള്ള ഒരു ഐക്കണും വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് ഇത് എന്തെല്ലാമാണ് സൂചിപ്പിക്കുന്നത് എന്നെല്ലാം നോക്കാം. ഇതിനായി ജസ്റ്റ് നെക്സ്റ്റ് എന്നതിൽ ഞാൻ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെഡ് കളറിലുള്ള ഈ ഒരു ഐക്കൺ എല്ലാം തന്നെ നിങ്ങളുടെ വീഡിയോയുടെ നോട്ടീസസ് എന്നതിൽ വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റായി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ ഒരു വീഡിയോയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യേണ്ടതും അതുപോലെ നമുക്ക് എന്തെല്ലാം ആക്ഷനാണ് എടുക്കേണ്ടത് അതെല്ലാം തന്നെ ചെയ്യേണ്ടതുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐക്കണാണ് വരിക. ഇനി രണ്ടാമതായി വന്നിരിക്കുന്ന ഈ ഒരു ഐക്കൺ എന്ന് പറയുന്നത്, അതായത് ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ഈ ഒരു കളറിലുള്ള ഐക്കൺ, ഇത് നമുക്കെല്ലാം അറിയാം. നമ്മുടെ ഡോളറെല്ലാം യെല്ലോ കളറിലെല്ലാം വരികയാണെങ്കിൽ അത് ലിമിറ്റഡ് ആഡ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഇത് വൈഡ് ഓഡിയൻസിലേക്ക് അല്ലെങ്കിൽ എല്ലാവരിലേക്കും ഇത് എത്തുന്ന തരത്തിലല്ല, അല്ലെങ്കിൽ ലിമിറ്റഡ് വരുമാനമെല്ലാമാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ നിന്നും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റേഷൻ എല്ലാം വരുന്ന സമയത്താണ് നമുക്ക് ഇവിടെ ഈ ഒരു സിമ്പലെല്ലാം വരിക. അതിനാൽ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഇത്രത്തോളം പ്രശ്നമില്ലെങ്കിലും ഇതിൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ ഈ ഒരു ലിമിറ്റഡ് ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ കളർ കൊണ്ടെല്ലാം മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമതായി വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ഗ്രേ കളറിൽ ഒരു ഐ ബട്ടൺ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് വളരെ അർജൻറ്റായി നമുക്കൊരു ആക്ഷനും അല്ലെങ്കിൽ വളരെ അർജൻറ്റായി നമ്മുടെ ചാനലിനെ ബാധിക്കുന്ന കാര്യമല്ല എങ്കിൽ കൂടി നമുക്ക് ചെറിയ കാര്യങ്ങൾ ഇതിൽ അറിയാനുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നതിനാണ് ആ ഒരു വീഡിയോയ്ക്ക് നോട്ടീസസ് എന്നതിൽ ഈ ഒരു ഗ്രേ കളറെല്ലാം കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത ഒരു പേജിൽ കാണാൻ സാധിക്കുക ഇവിടെ 3 ഐക്കണും അതുപോലെ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ മറ്റു കുറച്ച് ഐക്കണെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് നിങ്ങൾക്ക് ഇതുപോലെ ഈ ഗ്രേ കളറിൽ വന്നിരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ലോക്കിൻ്റെ ചിഹ്നമെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത് പ്രൈവറ്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ചെറിയ ഒരു കാര്യമെല്ലാം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷനിലുള്ളതാണ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ലിമിറ്റഡ് ആണ്. അതായത് ആ ഒരു വീഡിയോയ്ക്ക് ചെറിയൊരു പ്രശ്നമെല്ലാം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇത് പബ്ലിക് എന്ന ഓപ്ഷനിലാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു റൗണ്ടിലുള്ള ഈ ഒരു സൈൻ എല്ലാമാണ് രണ്ടാമതായി വന്നിരിക്കുന്നതെങ്കിൽ ഇത് പബ്ലിക് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനിൽ ഈ ഒരു റെഡ് കളറെല്ലാം തന്നെ, അതായത് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് താഴെയായി വന്നിരിക്കുന്നത് നമുക്ക് ആ ഒരു പബ്ലിക് ഓപ്ഷനിൽ ഒരു ക്രോസ് ലൈൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വീഡിയോ പബ്ലിക്കിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഇത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം നമ്മുടെ വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓരോ വീഡിയോ എടുത്ത് അതിൻ്റെ നോട്ടീസസിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷനെല്ലാം വരികയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്